എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മഴ പെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ആദ്യം തന്നെ രാത്രി ഞാൻ ഒന്ന് തിളപ്പിച്ചിട്ട് കഞ്ഞി ഒന്ന് മൂടി വെക്കും. രാവിലെ അതൊന്നും കൂടി വെള്ളമൊഴിച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചായ വെക്കാറ് പതിവും, പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ആദ്യം കഞ്ഞിയൊക്കെ തിളപ്പിച്ചിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കുന്നത്. ചായ ഞാനൊരു കാൽ ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ചായ ഇപ്പോൾ കുടിക്കാറില്ല, പക്ഷെ അത് ഒഴിവാക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കറിയായിട്ട് രാവിലത്തെ കറി ഉണ്ടാക്കുന്നത് പയറാണ്, വൻപയർ. രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അതും അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ ചായക്ക് ഉള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മുടെ നീർദോശയാണ് കേട്ടോ. ഇവിടെ മിക്ക ദിവസങ്ങളിലും നീർദോശ, പുട്ട്, ഇടിയപ്പം ഇതാണ് സ്ഥിരം ഉണ്ടാക്കുന്നത്. പിന്നെ ഒഴിവുള്ള ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ പത്തിരി, ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ പൊടിയിലേക്ക് ചൂടുവെള്ളം, തേങ്ങയും ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് കലക്കി അത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഫൈഹമോൾക്ക് ഇന്ന് സ്കൂളിൽ ചോറ് കൊടുത്ത് വിടണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറി വെക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ ഇക്കാക വന്നപ്പോൾ ഒരു കുമ്പളങ്ങ മുഴുവനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് കുമ്പളങ്ങ മോരുകറി വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കലത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് അടുപ്പത്തേക്ക് വെച്ചാൽ അത് അവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാമല്ലോ. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ നേരത്തെ ചിരണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കഞ്ഞി വെന്തിട്ടുണ്ട്, അതൊന്ന് വടിക്കണം, ഊറ്റി മാറ്റി വെക്കണം. പിന്നെ ഫൈഹമൊക്കെ അതുപോലെ തന്നെ സ്കൂളിൽ കറിയുടെ ഒപ്പം തോരനൊന്നും കൊടുത്തു വിടാറില്ല. സൈഡായിട്ട് പപ്പടം വറുത്തതോ മുട്ട വറുത്തതൊക്കെയാണ് എപ്പോഴും കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പപ്പടം ഒന്ന് വറുത്ത് മാറ്റിയിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് പയറും ഒന്ന് താളിച്ചെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ആദ്യം പപ്പടം വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു 1/2 സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കി അതൊന്ന് ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഞാൻ ചേർക്കാറില്ല ഈ ഒരു കറിയിൽ, വെളുത്തുള്ളി ഇടുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചുവന്നുള്ളി മാത്രം ചതച്ചിട്ടിട്ട് കുറച്ച് ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് അധികം പറ്റൂല രാവിലെ ഇവിടെ, അതുകൊണ്ട് നേരിയതായിട്ട് എരിവിനുള്ള മുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ അധികമായിട്ട് ഇടാറുണ്ട് കറിയിൽ. അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ അധികം കറിവേപ്പില ചേർത്തിട്ട് ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് പയറും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പിനായിട്ട് കുറച്ച് തേങ്ങയും തൈരും മഞ്ഞൾപ്പൊടിയും കുറച്ച് നല്ല ജീരകവും കൂടി ഒന്ന് നല്ലപോലെ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. പിന്നെ ഒന്നത് തിളക്കാൻ പാടില്ല, ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വറവിടാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒരു നുള്ളും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മോര് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ വൻപയറും റെഡി ആയിട്ടുണ്ട്, പപ്പടമൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ മാവ് അതിലേക്ക് കോരി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഒരു സൈഡ് വേവുമ്പോൾ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ 2 രീതിയിൽ നീർദോശ ഉണ്ടാക്കാം കേട്ടോ. നല്ല ചൂടുവെള്ളം ഒഴിച്ചാൽ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് നല്ലപോലെ ചൂടായതിന് ശേഷം പൊടിയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഒട്ടും ഒരു നേര് ചൂടാകുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ എനിക്ക് അതിനോട് വലിയ ടേസ്റ്റ് തോന്നാറില്ല. ഇത് നല്ലപോലെ പൊടി വെന്തിട്ട് കുറച്ച് സമയം എടുത്ത് വേവിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് നീർദോശയ്ക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഫയ്യാക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ സ്നാക്സായിട്ട് ഈ തക്കാളി മുറുക്കുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. ചോറും മോരുകറിയും പപ്പടവും അതും ഞാൻ പാക്ക് ചെയ്തിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇനി വെള്ളവും കൂടി എടുത്തു കഴിഞ്ഞാൽ ഫൈഹയുടെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ് കേട്ടോ. ഫൈഹ സ്കൂളിൽ നിന്നാണ് മിക്ക ദിവസവും കഴിക്കാറ് ഭക്ഷണം. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു പറയുമ്പോഴാണ് ഇതുപോലെ കൊണ്ടുപോകാറ് കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെടാത്ത കറിയുള്ള ദിവസമാണ് അവൾ ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറ്. പുടിമോൻ സ്ഥിരം അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കഴിക്കാറ്. ഇക്കൊല്ലം കൂടി അവിടെ നിന്ന് ഭക്ഷണം അവർക്ക് സ്കൂളിൽ നിന്ന് ഉണ്ടാവും. അടുത്ത കൊല്ലം തൊട്ട് അവനും ഭക്ഷണം കൊണ്ടുപോകണം. അപ്പോൾ അതേ ഞാൻ നീർദോശ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നല്ല വെന്ത പൊടിയിൽ നീർദോശ ഉണ്ടാക്കുമ്പോൾ പുറം നല്ലപോലെ മൊരിഞ്ഞിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. മറ്റേതിങ്ങനെ ഒരു ഹാർഡായിട്ടുള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ ഈ ഒരു നീർദോശ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ അവസാനമായിട്ട് ഫൈഹാക്കി ചോറും കൂടി എടുത്തിട്ട് അതും ഒന്നും കൂടി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ മക്കൾക്ക് കട്ടൻ ചായ ആണ് കേട്ടോ ഇന്ന്
ഉണ്ടാക്കുന്നത്. അപ്പോൾ കട്ടൻ ചായ വെച്ചിട്ട് അതും ഒന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ട് ഫൈഹമ്മക്കുള്ള സ്നാക്സും അതേപോലെ തന്നെ ചോറും കറിയും എല്ലാം എടുത്ത് ടേബിളിൽ വെച്ചിട്ട് പിന്നെ അവൾക്ക് ഇനി ഭക്ഷണം കൊടുക്കാനേ ഉള്ളൂ. അവൾക്കൊരു നീർദോശയും കുറച്ച് പയറുകറിയും ചായയും കൂടി അതും കൊടുത്തിട്ട് അവളെ റെഡിയാക്കി വിടുന്നുണ്ട് കേട്ടോ. പിന്നെ പൊടിമോനാണെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കാത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉച്ചയ്ക്ക് ഒരു പൂതി തോന്നിയ കുറച്ച് അച്ചപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ചപ്പവും ഒക്കെ ഉണ്ടാക്കി ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ